യേശുക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട ഓഡ്ജച്ച, കല്ലിലച്ച, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, നമ്മള് കൃപ നിറയുന്ന കുടുംബങ്ങളിൽ എങ്ങനെയാണ് എസെക്കിയേൽ രാജാവ് കൃപ നിറഞ്ഞ് ജീവിച്ചത്, എങ്ങനെയാണ് സൗഖ്യം കിട്ടിയത്, എങ്ങനെയാണ് കുടുംബത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുക എന്നുള്ള ഒരു അനുസരിച്ചാണ് നമ്മുടെ ഈ ക്ലാസ് നടത്തുക. നമ്മൾ മൂന്ന് കൂട്ടം കാര്യങ്ങൾ കഴിഞ്ഞു. ഇന്ന് നാലാമത്തതാണ്. എസെക്കിയേൽ രാജാവിന് ദൈവവചനത്തോട് വലിയ ആദരവായിരുന്നു. തൻ്റെ ജീവിതത്തിൽ നിയമഗ്രന്ഥത്തിനും ദൈവവചനത്തിനും വലിയ ആദരവ് കൊടുത്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു വിശുദ്ധ എസെക്കിയേൽ രാജാവ്. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ദൈവവചനത്തോട് അനാദരവും തീഷ്ണതയില്ലായ്മയാണ് എല്ലായിടവും കണ്ടുകൊണ്ടിരിക്കുക. ആ തീഷ്ണത കുറവ് കൊണ്ടാണ് നമ്മുടെ കുടുംബങ്ങളിൽ പോലും ബൈബിൾ നമുക്ക് ഒരു തവണ പോലും വായിക്കാൻ സാധിക്കാത്ത ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ നമ്മുടെ സമൂഹങ്ങളിലുണ്ട്. പ്രിയപ്പെട്ടവർ, ക്രിസ്തീയ സമൂഹങ്ങളിലുണ്ട്. ഞാൻ പല ധ്യാനങ്ങളിലും പലരോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ബൈബിൾ ധ്യാനിച്ചു വായിച്ചവർ ആരെങ്കിലും ഉണ്ടോ? 1 or 2 പേര് 10, 500, 200, 300, 700 വീടുകാരുള്ള പള്ളിയിലൊക്കെ ധ്യാനിപ്പിക്കുന്നുണ്ട്. അപ്പൊ പ്രിയപ്പെട്ടവരെ, എന്താണ് ഇതിന് കാരണം? ഇതിന്റെ മഹാത്മ്യത്തെ പറ്റി നമുക്കറിയില്ല. നമ്മുടെ കുടുംബത്തിൽ അത് പ്രാവർത്തികമാക്കുന്നില്ല. ആ ബൈബിളിനോട് ആദരവും അതനുസരിച്ച് അതിനോടുള്ള തീഷ്ണതയും വർദ്ധിക്കുമ്പോഴാണ് നമ്മുടെ കുടുംബത്തിലേക്ക് കൃപ ഒഴുകുവാൻ തുടങ്ങുന്നത്. ദൈവവചനത്തിലൂടെയാണ് നമ്മൾ പൂർണ്ണമായി എല്ലാം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ബൈബിളിലെ 36,000 വചനം നമുക്ക് 60, 50, 70, 80 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്ന നമ്മൾക്ക്, അല്ലെങ്കിൽ കർത്താവ് തന്ന വയസ്സ് വരെ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് അത് പൂർണ്ണമായി ഒന്ന് വായിച്ച് പിന്നെ ഒന്ന് ധ്യാനിച്ച് ഒരു പുസ്തകത്തിൽ അല്ലെങ്കിൽ ഒരു ബുക്കിൽ എഴുതി അതിനെപ്പറ്റി ഒന്ന് പരിചിന്തനം ചെയ്യുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അങ്ങനെയുള്ളവർക്കാണ് അതിനോട് ആദരവുള്ളത്. അങ്ങനെ ആദരവുണ്ടാകുമ്പോൾ നമ്മുടെ കൃപകൾ അറിയാതെ നമുക്ക് വളരുകയാണ്. നമ്മുടെ ജീവിതത്തിൽ കൃപാവരങ്ങൾ വളർന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമ്മുടെയൊക്കെ ധാരണ വിശുദ്ധ കുർബാന കണ്ടു കഴിഞ്ഞാൽ കാര്യങ്ങൾ തീർന്നു എന്നാണ്. കൗദാശി ജീവിതമുണ്ടെങ്കിൽ തീർന്നാണ്. ഇല്ല പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ മഹത്വത്തിന്റെ പൂർണ്ണത മനസ്സിലാക്കണമെങ്കിൽ ഈ 36,238 വചനത്തിലൂടെയും സഭയുടെ പഠനങ്ങളിലൂടെ കടന്നു പോകാതെ ഒരു വ്യക്തിക്കും ദൈവത്തിന്റെ മഹാത്മ്യം മനസ്സിലാക്കാൻ സാധിക്കില്ല. അങ്ങനെ ദൈവത്തിന്റെ മഹാത്മ്യം മനസ്സിലാക്കുന്ന ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ ബൈബിളിന് മുൻതൂക്കം കൊടുക്കും. അവൻ രാവിലെ എഴുന്നേറ്റാൽ അവൻ ബൈബിൾ വായിച്ച് ധ്യാനിച്ച് അതിനുശേഷമേ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ. വൈകിട്ട് കിടക്കുന്നതിന് മുമ്പും ആ വ്യക്തി 2 അധ്യായമെങ്കിലും വായിച്ച് അത് പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ ധ്യാനിച്ചിട്ട് ശേഷമേ അവൻ കിടക്കുകയുള്ളൂ. അങ്ങനെ ചെയ്യുന്നൊരു വ്യക്തിക്ക് സുഖകരമായി ഉറക്കം കിട്ടുമെന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് സാക്ഷ്യങ്ങൾ അനേകമുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത്, നമ്മൾ സുവിശേഷ അംഗങ്ങളാണ്, അല്ലാത്തവരിനകത്തുണ്ടാകാം. പക്ഷേ ഈ വചനത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് എൻ്റെ ജീവിതത്തെ ക്രിസ്തുവിന്റെ പാദപീഠത്തിലേക്ക് ഞാൻ സമർപ്പിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹത്തിന്റെ പൂമാരി ചൊരിയുകയാണ്. അങ്ങനെ കൃപ നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരികയാണ്. അതുകൊണ്ടാണ് മർക്കോസിന്റെ സുവിശേഷം 4:19 കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ലൗകിക വ്യഗ്രതയും ധനത്തിന്റെ ആകർഷണവും ഉള്ള വസ്തുക്കൾക്ക് വേണ്ടിയുള്ള ആഗ്രഹവും അവരിൽ കടന്നുകൂടി വചനത്തെ ഞെരുക്കുകയും അത് ഫലശൂന്യമായി പോവുകയും ചെയ്യുന്നു. അപ്പൊ എന്താണ്? ലൗകിക വ്യഗ്രതയാണ് ഇന്നെല്ലാ മനുഷ്യരുടെയും മുൻപിൽ നിൽക്കുന്ന പ്രസംഗക്കാരുടെയും, ലോകം മുഴുവൻ ഏത് വർഗത്തിൽപ്പെട്ടവരായിരുന്നും ഏത് ജാതിയിൽപ്പെട്ടവരായിരുന്നാലും ഏത് ശുശ്രൂഷ ചെയ്യുന്നവരായിരുന്നാലും ലൗകികമായ വ്യഗ്രതയാണ് ഈ ലോകത്തെ കെട്ടിപ്പിടിക്കുവാൻ, ഈ ലോകത്തിന്റെ വ്യാപരങ്ങളിൽ ഒഴുകി ജീവിച്ചുകൊണ്ട് ഈ ലോകത്തിന്റെ പേരും പെരുമയ്ക്കും വേണ്ടി ഓടി നടന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ വിസ്മരിക്കപ്പെടുന്ന ദൈവത്തിന്റെ വചനമാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ലൗകിക വ്യഗ്രതയും ധനത്തിന്റെ ആകർഷണവും, എങ്ങനെ പണമുണ്ടാക്കാം, രാവിലെ എഴുന്നേറ്റാൽ ഒരു വ്യക്തി ചിന്തിക്കുന്നത് ഏത് തരത്തിൽ നമുക്ക് കുറച്ച് സമ്പത്ത് നേടാമെന്നാണ് ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിക്കുന്നവന് ഒരിക്കലും ദൈവവചനം അവന് ധ്യാനിക്കുവാൻ സാധിക്കില്ല. കാരണം ദൈവവചനം വായിച്ചാൽ
വായിച്ച് ധ്യാനിച്ചാൽ പിന്നെ അവന് സമ്പത്തിനോടുള്ള ആർത്തി നഷ്ടപ്പെടും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഈ ലൗകിക വ്യഗ്രത നമ്മൾ ഒഴിവാക്കണം. ഇപ്പോ ഞാനും നിങ്ങളുമൊക്കെ ഇതിൽ മിക്കാറുമുള്ളവരൊക്കെ വചനം പങ്കുവെക്കുന്നവരാണ്. നമ്മുടെ കുടുംബത്തിൽ നമ്മളിത് പ്രാവർത്തികമാക്കുന്നുണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങൾ ഇത് ചെയ്യുന്നുണ്ടോ എന്ന് പ്രസംഗിക്കുന്ന ഞാനും എൻ്റെ ഭാര്യയും ഒക്കെ ഇത് നോക്കുന്നുണ്ടോ? അവരെ അതിനെ ബോധ്യപ്പെടുത്തി അവരുടെ കൂടെ ഇരുന്ന് അതിനെ പറഞ്ഞു കൊടുക്കുവാൻ, അവർക്ക് വയ്യാത്തത് തെറ്റുകൾ തിരുത്തി കൊടുക്കുവാൻ ഞാനും നിങ്ങൾ ശ്രമിക്കുന്നുണ്ടോ? അങ്ങനെ ശ്രമിച്ചാൽ ആ കുഞ്ഞുങ്ങൾ നമ്മൾ പിന്തുടരുന്ന പാതയിലൂടെ അവർ മുൻപോട്ട് പോവുകയാണ്. അങ്ങനെ പോകുമ്പോഴാണ് കുടുംബത്തിലേക്ക് കൃപ നിറയുക, കുടുംബത്തിലെ കൃപാവരദാനങ്ങൾ നിറയുക. അങ്ങനെ ദൈവവചനത്തോട് ആഭിമുഖ്യം പുറപ്പെടുവിക്കണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റാൽ രാവിലെ 8 അധ്യായങ്ങൾ വായിക്കും. വൈകിട്ട് കിടക്കുമ്പോൾ 2 അധ്യായം വായിക്കും. അതിൽ നിന്ന് എനിക്ക് കിട്ടിയ അനുഭവം എന്ന് പറയുന്നത് എനിക്കെപ്പോഴും സന്തോഷിക്കുവാൻ സാധിക്കുന്നുണ്ട്. എൻ്റെ പ്രയാസങ്ങളില്, രോഗങ്ങളില്, എൻ്റെ പ്രയാസങ്ങളും കഷ്ടങ്ങളിലുമൊക്കെ എനിക്ക് സന്തോഷിക്കുവാനും എനിക്ക് സുഖകരമായി ഒറ്റ ഉറക്കത്തിൽ രാവിലെ 6 മണി വരെ അല്ലെങ്കിൽ 5 മണി വരെ കുർബാനയ്ക്ക് പോകണമെങ്കിൽ 5 മണിക്ക് വരെ കിടന്നുറങ്ങുവാനുള്ള കൃപ കർത്താവ് തരികയാണ്. അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യണം. നമ്മുടെ കുടുംബത്തിൽ ഇതൊക്കെ പ്രാവർത്തികമാക്കണം. ചുമ്മാ പ്രസംഗിച്ചത് കൊണ്ടോ ആള് കളിച്ചത് കൊണ്ടും കാര്യമില്ല. എന്താണ്, എൻ്റെ കുടുംബത്തിൽ ഇത് പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്ന് ഞാൻ ഒന്ന് ആലോചിക്കുന്നത് നല്ലതായിരിക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ലൗകിക വ്യഗ്രതയൊക്കെ വേണം. ഈ ലോകത്തിന്റെ കാര്യങ്ങളൊക്കെ ഇടപെടണം, ആവശ്യമുള്ളതിനൊക്കെ പോകണം, അതൊന്നും വേണ്ടെന്നല്ല പറഞ്ഞത്. പക്ഷെ വ്യഗ്രമായ ഒരു എടുത്തിയാട്ടം സമ്പത്തിന്റെ പിന്നാലെ. അതുകൊണ്ട് ഇന്ന് പ്രിയപ്പെട്ടവരെ, മക്കളെ പഠിപ്പിക്കുന്നത് പോലും അവരെ സമ്പത്തുണ്ടാക്കി അതിന്റെ പങ്കുപറ്റാനോ അല്ലെങ്കിൽ അവരെ ഉന്നത നിലയിൽ എത്തിക്കുവാനോ ഒക്കെ ശ്രമിച്ചുകൊണ്ട് അവരെ പഠിത്തത്തിന് മുൻതൂക്കം കൊടുക്കുകയാണ്. അവർക്ക് ബൈബിൾ വചനത്തോടോ മധ്യസ്ഥ പ്രാർത്ഥനയോടോ ആരാധനയോടോ ബലിയർപ്പണത്തോടോ സൺഡേ സ്കൂളിനോടോ ഒന്നും താല്പര്യമില്ല. അവർക്ക് എങ്ങനെങ്കിലും കുഞ്ഞുങ്ങളെ എൻട്രൻസ് എഴുതി അവരുടെ ഉന്നത നിലയിൽ എത്തിച്ച് അവരിലേക്ക് ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹം വാങ്ങിച്ചു കൊടുത്തിട്ട് അവർ സാമ്പത്തികമായി ഉയർത്തുക എന്നാണ് ഇതിലുള്ള ലക്ഷ്യം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ ഇച്ചിരി സുഖമില്ലാതെ എൻ്റെ കാലിന്റെ ഡിസ്കിന് ഇച്ചിരി അകൽച്ചയായിട്ട് ഞാനൊരു ആയുർവേദ ഡോക്ടറെ കാണാനായിട്ട് 13 ദിവസം കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ പറയുകയാണ്, ഇപ്പോൾ ആർക്കും, പുള്ളി ഒരു നായർ കുടുംബത്തിൽപ്പെട്ട ഒരു ഡോക്ടറാണ്, അദ്ദേഹത്തിന് 50 വയസ്സുണ്ട്. അദ്ദേഹം പറയുകയാണ്, എൻ്റെ പൊന്നച്ചായ, ഒരു മനുഷ്യർക്കും ഇപ്പോൾ ഈ ദൈവത്തെ പറ്റിയോ ദൈവചിന്തയെ പറ്റിയോ കുടുംബത്തിലെ നവീകരണത്തെ പറ്റിയോ ഒന്നും അവർക്ക് യാതൊരു ചിന്തയുമില്ല. എങ്ങനെയും പൈസ ഉണ്ടാക്കണമെന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ എന്ന് എന്നോട് പ്രിയപ്പെട്ട ആ ഡോക്ടർ പറയുകയുണ്ടായി. പ്രിയപ്പെട്ട ഒരു വിജാതീയനായ മനുഷ്യൻ പറയുകയാണ്. പ്രത്യേകിച്ച് പുള്ളി പറഞ്ഞു, അതിലേറ്റവും കൂടുതൽ നിൽക്കുന്ന നിങ്ങളുടെ ആളുകളാണെന്ന് പറഞ്ഞത്. അദ്ദേഹത്തിന് ഒരുപാട് ആളുകൾ രോഗികളുടെ വരുന്നതാണ് അദ്ദേഹം പറഞ്ഞത്. കൂടുതലും ക്രിസ്ത്യാനികളാണ് എൻ്റെ അടുത്ത് വരുന്നത്. ഇപ്പൊ പ്രിയപ്പെട്ടവരെ, 1 രൂപ കണക്ക് പറയുന്ന ഒരു സമൂഹത്തെ പറ്റിയാണ് പുള്ളി സംസാരിച്ചത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ലൗകിക കാര്യങ്ങൾ വ്യഗ്രതയൊക്കെ വേണം, ധനത്തില് ഒക്കെ ആവശ്യമാണ്. പക്ഷെ അതിനോട് ഒട്ടിച്ചേർന്ന് നിന്നുകൊണ്ട് ജീവിതത്തിൽ നമുക്ക് മുന്നേറുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ശുദ്ധീകരിച്ച് നമ്മുടെ ജീവിതത്തിൽ എനിക്ക് ദൈവവുമായിട്ടുള്ള ബന്ധം മനസ്സിലാക്കുവാൻ ഞാൻ വചനം വായിച്ച് ചുമ്മാതെ മനോരമ, മംഗളം, കുങ്കുമം ഒന്നും വായിക്കുന്ന പോലെ, ഞാനാ ഒന്നും വായിക്കുന്ന പോലല്ല. എന്താണ് പിന്നെ വായിക്കേണ്ടത്? അതിനെ വായിച്ച് പരിശുദ്ധാത്മാവോട് ചേർന്നുകൊണ്ട് അത് ധ്യാനിച്ച് എനിക്ക് മനസ്സിലായി. അതിലെനിക്ക് മനസ്സിലാകുന്നത്, ഞാൻ ദൈവത്തിന്റെ വചനം എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുവാൻ എനിക്ക് ഓർമ്മക്കുറവുള്ളത് കൊണ്ട്, ഓർക്കാത്തത് ഞാൻ ഒരു ബുക്കിൽ എഴുതി അത് വരയിട്ട് സൂക്ഷിച്ചു വെച്ചുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എടുത്തു നോക്കി അതിൽ നിന്ന് നമ്മൾ ജ്ഞാനത്തിലേക്ക് നിറയുവാൻ കർത്താവ് നമ്മളെ സഹായിക്കും. അതുകൊണ്ട് ഗലാത്യ 6:14 പറയാണ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കുരിശിലല്ലാതെ മറ്റൊന്നിലും മേന്മ വഹിക്കുവാൻ എനിക്കിടയാകാതിരിക്കട്ടെ. അവനെ പ്രതി ലോകം, എനിക്കും ഞാൻ ലോകത്തിനും കുരിശിക്കപ്പെട്ടിരിക്കുന്നു. ഈ ബോധ്യത്തിലേക്ക് എത്തണമെങ്കിൽ, എനിക്ക് വേണ്ടിയാണ് യേശു ക്രിസ്തു കാൽവരി കുരിശിൽ മരിച്ചതെന്ന് എനിക്ക് ബോധ്യപ്പെടണമെങ്കിൽ ഞാൻ ദൈവവചനത്തോട് ചേർന്ന് തന്നെ ധ്യാനിച്ച് യെശയ്യായുടെ പുസ്തകങ്ങളും മറ്റുള്ള പുസ്തകങ്ങളും വായിച്ച് അതനുസരിച്ച് ധ്യാനിച്ച് ഞാൻ ഇതിനെ മനനം ചെയ്യുമ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ധ്യാനിക്കുന്ന ഒരു വ്യക്തിക്കാണ് വിശുദ്ധ കുർബാനയില് യേശുവിന്റെ ശരീരരക്തങ്ങൾ മുറിക്കപ്പെടുമ്പോൾ അവന്റെ ഹൃദയം നുറുങ്ങിക്കൊണ്ട്
അവന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തൂകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. എൻ്റെ ജീവിതത്തിലും അതുണ്ട്. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, കർത്താവിന് ഞാൻ ലോകത്തിനും ലോകം എനിക്കും കടപ്പെട്ടിരിക്കുന്നുവെങ്കിൽ അത് ക്രിസ്തുവിലൂടെയാണ് എന്നൊരു ബോധ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതിന്റെ അടുത്ത വചനം പറയുകയാണ്, വിശുദ്ധരെ പരിപൂർണരാക്കുന്നതിനും ശുശ്രൂഷയുടെ ജോലി ചെയ്യുന്നതിനും ക്രിസ്തുവിന്റെ ശരീരത്തെ പണിതുയർത്തുവാനുമാണ് ഈ വചനത്തിന്റെ ഉപയോഗം എന്ന് പറയുന്നത്. അതാണ് കൃപാവരം എന്ന് പറയുന്നത്. കൃപാവരങ്ങൾ തുറന്നു തരുന്നതിന് വേണ്ടിയാണ്. യേശുവിന്റെ ശരീരത്തെ പണിയുവാൻ വേണ്ടിയാണ്. യേശുവിന്റെ ശരീരത്തെ പരിപൂർണമാക്കുന്നതിനും ശുശ്രൂഷയുടെ ജോലി ചെയ്യുന്നതിനും ക്രിസ്തുവിന്റെ ശരീരത്തെ പണിതുയർത്തുന്നതിനും വേണ്ടിയാണ് നമുക്ക് കൃപാവരങ്ങൾ വചനത്തിലൂടെ നമുക്ക് തരുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്കൊക്കെ കാണാതറിയാം. വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും ഒക്കെ പ്രസംഗിക്കുന്നവർക്കും പ്രാർത്ഥിക്കുന്നവർക്കും ഒക്കെ അറിയാം. പക്ഷേ അത് പൂർണ്ണതയിലെത്തണമെങ്കിൽ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതത്തെ കാഴ്ചവെക്കണമെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഫിലിപ്പിയർ 2:14 മുതൽ 16 വരെയുള്ള വചനങ്ങൾ പറയുകയാണ്, എല്ലാ കാര്യങ്ങളും മുറുമുറുപ്പും തർക്കവും കൂടാതെ ചെയ്യുവിൻ. അങ്ങനെ നിങ്ങൾ നിർദോഷരും നിഷ്കളങ്കരുമായി തീർന്ന് വഴിപിഴച്ചതും വക്രതയാർന്നതുമായ തലമുറയുടെ ഇടയിൽ കുറ്റമറ്റ ദൈവമക്കളാകട്ടെ. അവരുടെ മധ്യേ ലോകത്തിൽ നിങ്ങൾ വെളിച്ചമായി പ്രകാശിക്കുകയും ചെയ്യട്ടെ. നിങ്ങൾ ജീവന്റെ വചനത്തെ മുറുകെ പിടിക്കുവിൻ. ജീവന്റെ വചനത്തെ മുറുകെ പിടിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ എല്ലാ കാര്യങ്ങളിലും മുറുമുറുപ്പ് കൂടാതെ മുൻപോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ. വീട്ടിൽ തന്നെ, പഠിപ്പിക്കുന്ന സ്ഥലത്ത്, ജോലി ചെയ്യുന്ന സ്ഥലത്ത്, സൺഡേ സ്കൂളിന്, പള്ളിയില്, കമ്മിറ്റിയില്, മാതൃവേദിയില്, മാതൃസമാജത്തില്, ലിറ്റിൽ വൈയില്, ലീജൻ ഓഫ് മേരിയില്, വിൻസെന്റ് പോളില്, എന്തെല്ലാം ക്രിസ്തീയ പ്രസ്ഥാനങ്ങൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ടോ അവിടൊക്കെ മുറുമുറുപ്പ് കൂടാതെ, മറ്റുള്ളവരെ കുറ്റം പറയാതെ, മറ്റുള്ളവർ ചെയ്യുന്ന നന്മയെന്ന് കണ്ടുകൊണ്ട് ആ നന്മയ്ക്ക് വേണ്ടി, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എനിക്ക് സാധിക്കണമെങ്കിൽ കർത്താവ് പറയുകയാണ്, നിങ്ങൾ ജീവന്റെ വചനത്തെ മുറുകെ പിടിക്കണം. ജീവന്റെ വചനം ബൈബിളിലാണുള്ളത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് പരിചിന്തനം ചെയ്യണം. എന്റെയും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ വചനത്തെ മുറുകെ പിടിക്കുന്നുണ്ടോ? നമ്മുടെ കൈ എപ്പോഴും ബൈബിളിനോട് ചേർന്നാണോ? അതോ ID കാർഡും പ്രമാണവും റേഷൻ കാർഡും മറ്റുള്ള റെക്കോർഡുകളും ആരും എടുക്കാത്തതുകൊണ്ട് അത് വെക്കാനാണോ പ്രിയപ്പെട്ടവരെ? നമ്മുടെ വീട്ടിൽ ഒരു ബൈബിൾ തുറന്നു വെക്കുവാൻ എനിക്ക് മനസ്സായിട്ടുണ്ടോ? ഒരു ബലിപീഠത്തെ പോലെ ബലിപീഠത്തെ കർത്താവ് മാർപ്പാപ്പായും സഭയും പഠിപ്പിക്കുന്നു. യേശുവിന്റെ ശരീരരക്തങ്ങളും ബൈബിളും ഒരേ അവസ്ഥ തന്നെയാണ്, ഒരേ വില തന്നെയാണ് ഉള്ളത് രണ്ടിനും. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുർബാനകളിൽ ബൈബിൾ വായിക്കുമ്പോൾ അത് നമുക്ക് മെഴുകുതിരിയൊക്കെ പിടിച്ച് വളരെ ഭക്തിയോടുകൂടെ നമ്മളത് കേൾക്കുകയും അത് ധ്യാനിക്കുകയും ചെയ്യുന്നത്. അതുപോലെയാണ് വിശുദ്ധ കുർബാന മുൻപോട്ട് കിഴക്കോട്ട് തിരിയുമ്പോൾ മെഴുകുതിരിയൊക്കെ വെച്ച് നമ്മള് മറുപസയൊക്കെ കിലുക്കി നമ്മളതിനെ ആദരപൂർവ്വം സ്വീകരിക്കുന്നത്. രണ്ടിനും തുല്യ പ്രാധാന്യമാണുള്ളത്. പക്ഷെ നമുക്ക് ബൈബിൾ വായന കഴിഞ്ഞും പ്രസംഗം കഴിഞ്ഞും വന്ന് നമ്മൾ പള്ളിയിൽ കയറത്തുള്ളൂ. പ്രസംഗിക്കുമ്പോൾ നമുക്ക് ഇരിക്കാം, കുഴപ്പമില്ല. പക്ഷെ ബൈബിൾ വായിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനേകരെ കണ്ടിട്ടുണ്ട്. അവർ റോഡിൽ നടക്കുന്നതിന് യാതൊരു കുഴപ്പവുമില്ല, റേഷൻ കടയിൽ ക്യൂ നിൽക്കുന്നതിന് കുഴപ്പമില്ല, ഫ്രീ കിട്ടുന്നിടത്ത് ക്യൂ നിൽക്കുന്നതിന് കുഴപ്പമില്ല. 1-2 മണിക്കൂർ നിൽക്കും. പള്ളി വന്ന് 10 മിനിറ്റോ 5 മിനിറ്റോ ബൈബിൾ വായിക്കുന്നിടത്ത് ആ വ്യക്തി നിൽക്കാത്തത് കണ്ടപ്പോൾ എനിക്ക് പലപ്പോഴും സങ്കടമുണ്ടായി പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വചനത്തെ മുറുകെ പിടിക്കുവാൻ കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവത്തിന്റെ തിരുസന്നിധിയിൽ നമുക്ക് ദൈവത്തിന്റെ വചനത്തിനായി നമുക്ക് അതിനോട് തീഷ്ണതയും ആദരവും കൊടുക്കാം. വീണ്ടും ഫിലിപ്പിയർ 2:21 പറയുന്നു, എല്ലാവരും അന്വേഷിക്കുന്നത് സ്വന്തം കാര്യമാണ്, യേശു ക്രിസ്തുവിന്റെ കാര്യമല്ല. എല്ലാവരും അന്വേഷിക്കുന്നത്, പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, എന്നാൽ ഞാൻ അതിന് വ്യത്യസ്തനാണെന്ന് താഴെ എഴുതിയിട്ടുണ്ട്. എല്ലാവരും അന്വേഷിക്കുന്നത് സ്വന്തം കാര്യങ്ങൾ മാത്രമാണ് പ്രിയപ്പെട്ടവരെ. സ്വന്തം കാര്യം താല്പര്യപൂർവ്വം ചെയ്തിട്ട് യേശുവിന്റെ കാര്യം നിങ്ങൾ ഗൗനിക്കുന്നില്ല എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്. ഉദാഹരണം പറയാം, ചെറിയൊരു തലവേദന ഉണ്ടെങ്കിൽ
ഞാനന്ന് കുർബാനയ്ക്ക് പോകത്തില്ല, കാരണം എനിക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് ഞാൻ വീട്ടിലിരിക്കുവാൻ തയ്യാറാകും. എന്നാൽ ചെറിയൊരു തലവേദനയാണെങ്കിലും ഞാൻ ആശുപത്രിയിലോ, ഞാൻ സ്കൂളിലോ, ഞാൻ ജോലി സ്ഥലത്തോ മറ്റെനിക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുന്നതായി നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കർത്താവ് പറയുന്നു, എല്ലാവരും അന്വേഷിക്കുന്നത് ദൈവത്തെ, യേശുവിനെ പറ്റി ആയിരിക്കണം. യേശുവിനെ പറ്റി അന്വേഷിക്കണമെങ്കിൽ യേശുവിനെ പറ്റി പറഞ്ഞിട്ടുള്ള വചനത്തിന്റെ ആഴത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുവാൻ കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സ്വന്തം കാര്യം ചെയ്യേണ്ടെന്നല്ല ഞാൻ ഈ പറഞ്ഞത്. ഞാൻ ഈ പറയുന്നതിന്റെ വ്യാഖ്യാനങ്ങൾ നിങ്ങൾ തെറ്റായ രീതിയിൽ ചിന്തിക്കരുത്. ഞാൻ പറയുന്നത് ബൈബിൾ എഴുതി വച്ചിരിക്കുന്ന അതുപോലെ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ ദൈവത്തിന്റെ കാര്യം മുൻതൂക്കം കൊടുത്തുകൊണ്ട് നമ്മുടെ കാര്യവും ചെയ്യണമെന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ആഴവും വീതിയും ഉയരവും നീളവും എല്ലാം മനസ്സിലാക്കണമെങ്കിൽ അനുദിനം വചനത്തിനനുസൃതമായി നമ്മളെ തന്നെ സമർപ്പിക്കണം. വീണ്ടും ഫിലിപ്പിയർ 1:6 പറയുന്നു, ഫിലിപ്പിയർ 3:3 പറയുന്നു, ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുകയും യേശു ക്രിസ്തുവിൽ അഭിമാനം കൊള്ളുകയും ജഡത്തിൽ ചലനം വെക്കാതിരിക്കുകയും ചെയ്യണമെങ്കിൽ നീ ബൈബിൾ അനുസരിച്ച് നിന്റെ ജീവിതം മുൻപോട്ട് പോകണം. ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുകയും യേശു ക്രിസ്തുവിൽ കൊല്ലാനും ജഡത്തിൽ ചലനം വെക്കാതിരിക്കണമെങ്കിൽ നീ വചനത്തെ മുറുകെ പിടിക്കണമെന്ന് പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുകയാണ്. വചനത്തെ മുറുകെ പിടിക്കുന്ന ഒരാൾക്ക് ജഡത്തെ പറ്റി യാതൊരു ചിന്തയുമില്ല. ഇന്ന് മനുഷ്യന് മുഴുവൻ ജഡത്തിന്റെ മേലുള്ള ചിന്തയാണ് പ്രിയപ്പെട്ടവരെ. ആണും പെണ്ണും, പെൺകുട്ടിയും ആൺകുട്ടിയും കുഞ്ഞുങ്ങളും എല്ലാവരും അങ്ങനെയല്ലേ ലോകത്തിലേക്ക് കോപ്രായങ്ങളൊക്കെ കടന്നു വന്നത്. ഇന്ന് കോപ്രായങ്ങളല്ലേ പള്ളികളിലും. എനിക്കിന്ന് ഒരു പള്ളിയിൽ പോകേണ്ടതുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ എൻ്റെ തൊട്ട് മുമ്പിൽ ഇരുന്ന പയ്യന്റെ തലമുടി വെട്ട് കണ്ടിട്ട് ഞാൻ ഇവിടുന്ന് സങ്കടപ്പെടുകയാണ് ചെയ്തത്. എന്തൊക്കെ ചെയ്തു വെക്ക, സർവ്വ ആളുകളും അവന്റെ തലയിലേക്കാണ് നോക്കിയത്. എന്ത് വികൃതമായ ഒരു രൂപം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്റെയും നിങ്ങളുടെ വീട്ടിലെ മക്കളെ നിങ്ങൾക്ക് നേരായ മാർഗത്തിൽ നടത്തുവാൻ സാധിക്കുന്നുണ്ടോ? നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ മക്കൾ അനുസരിക്കുന്നുണ്ടോ? നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ രീതി അനുസരിച്ച് അവർ ഡ്രസ് ചെയ്ത്, അവർ തലമുടി വെട്ടി അവരുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നുണ്ടോ? അതോ അവർ പറയുന്നത് നിങ്ങൾ വാങ്ങിച്ചു കൊടുത്ത്, അവരുടെ ഇഷ്ടത്തിന് പൈസ കൊടുത്ത്, അവരുടെ രീതിക്ക് നടന്നുകൊണ്ട് നിങ്ങൾ തല കുനിഞ്ച് നടക്കുവാനല്ലേ നിങ്ങൾ ശ്രദ്ധിക്കുന്നത്? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലൊക്കെ നമുക്കിതൊരു പാഠമായി തീരണം. അങ്ങനെ പാഠമായി തീരുമ്പോഴാണ് വചനത്തെ പറ്റിയുള്ള ആഴമായ ബോധ്യം നമുക്ക് ലഭിക്കുന്നത്. ഫിലിപ്പിയർ 3:8 പറയുന്നു, എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ വചനത്തെ അനുദിനം ധ്യാനിക്കുന്നത് ഏറ്റവും നല്ലതാണ്. എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ വചനത്തെ അനുദിനം ധ്യാനിക്കുവാൻ കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഫിലിപ്പിയർ 3:8 പഠിപ്പിക്കുകയാണ്. അനുദിനം വചനം ധ്യാനിക്കുവാൻ കർത്താവ് പഠിപ്പിക്കുകയാണ്. വായിക്കാനല്ല പഠിപ്പിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, നീ ഇത് ധ്യാനിച്ച് നീ ദൈവത്തെ മുറുകെ പിടിക്കുവാനായി ശ്രമിക്കണമെന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അടുത്തത് ഫിലിപ്പിയർ 3:9, ഇത് ക്രിസ്തുവിനെ നേടുന്നതിനും അവനോടുകൂടി ഒന്നായി കാണപ്പെടുന്നതിനും വേണ്ടിയാണ് വചനത്തെ സ്നേഹിക്കേണ്ടത്. എന്തിനു വേണ്ടിയാണ് ഇത്? ക്രിസ്തുവിനെ നേടുന്നതിനും അവനോടുകൂടി ഒന്നായി കാണപ്പെടുന്നതിനും വേണ്ടിയാണ് വചനത്തെ ധ്യാനിക്കേണ്ടതെന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ കുറവുള്ളവരാണ്. നമ്മുടെ ജീവിതത്തിൽ തിരുത്തലുകൾ ഉണ്ടാകണം. അതിനുവേണ്ടിയാണ് വചനപ്രഘോഷണങ്ങൾ. അല്ലാതെ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയല്ല ധ്യാനങ്ങളും ധ്യാനകേന്ദ്രങ്ങളും വചനപ്രഘോഷങ്ങളും. പക്ഷെ ഇന്ന് കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി ഓരോ ടെക്നിക്ക് പഠിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് ധ്യാനങ്ങളും ധ്യാനകേന്ദ്രങ്ങളും വചനപ്രഘോഷങ്ങളും ഒക്കെ. അതുകൊണ്ട് എന്തുണ്ടായി? ദൈവത്തിന്റെ കൃപ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് തിരിച്ച് കർത്താവിലേക്ക് മടങ്ങാം, വചനത്തിലേക്ക് മടങ്ങാം. വചനത്തിലൂടെ നമ്മുടെ ജീവിതത്തെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മുടെ ഭാര്യമാര് നമ്മളെയും വിശുദ്ധീകരിച്ച് വചനത്തിലൂടെ നമ്മൾ തെറ്റുകൾ തിരുത്തി മുൻപോട്ട് പോകുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ അനന്ത കൃപ നമ്മുടെ മേലും നമ്മുടെ കുടുംബങ്ങളുടെ മേലും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ.